വീണ്ടും ബലിതർപ്പണ ചടങ്ങുകളിലേക്കാണ്. വർക്കല പാപനാശം കടൽ തീരത്തും ബലിതർപ്പണ ചടങ്ങുകൾക്കായി വലിയ തിരക്കാണ്. വർക്കല നഗരസഭയും ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. പുലർച്ചെ 4 മണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. അവിടെ നിന്ന് എസ് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, തിരുവനന്തപുരത്ത് ഒരുപക്ഷെ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, മറ്റൊന്ന് വർക്കല പാപനാശമാണ്. അവിടെയും ഈ പതിവായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്താറുണ്ട്. ഈ മരണാനന്തര ചടങ്ങുകൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ എത്തിച്ചേരുന്ന ഇടം കൂടിയാണ്. ഇതിപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആലുവ മണപ്പുറം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ തെക്കൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന, ഭക്തരെത്തുന്ന, പിതൃതർപ്പണങ്ങൾ ചെയ്യാൻ എത്തുന്ന 2 കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്രവും മറ്റൊന്ന് പാപനാശവുമാണ്. പാപനാശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തിരക്ക് രാവിലെ മുതൽ തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ 4 മണിയോട് കൂടിയാണ് ജഗന്നാഥസ്വാമി ക്ഷേത്രമുണ്ട് തൊട്ടടുത്തായി. ആ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചു. അവിടെ ബലിതർപ്പണത്തിനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ നഗരസഭ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയും ബലിതർപ്പണങ്ങൾ നടക്കുകയാണ്. ആ ക്ഷേത്രകുളത്തിലാണ് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പാപനാശം കടപ്പുറത്തെ അല്ലെങ്കിൽ കടൽ തീരത്തെ ദൃശ്യങ്ങളാണ്. ഇവിടെയും ആയിരങ്ങളാണ് ഇതിനകം തന്നെ ബലിതർപ്പണം നടത്തി മടങ്ങിയിട്ടുള്ളത്. അതേസമയം തന്നെ ആളുകൾ വന്നുകൊണ്ടും ഇരിക്കുകയാണ്. വിവിധ കർമ്മികളുടെ അടക്കം ശാന്തിമാരുടെ അടക്കം നേതൃത്വത്തിലുള്ള സംഘങ്ങളാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. കർമ്മികൾക്ക് സഹായമായി ഈ നഗരസഭയും ഒപ്പം തന്നെ വർക്കല ജഗന്നാഥസ്വാമി ക്ഷേത്രം, ഒപ്പം തന്നെ വർക്കല നഗരസഭ അടക്കമുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം മഴയാണ്, ഒപ്പം തന്നെ കാലാവസ്ഥ മോശമായ ഒരു സാഹചര്യമുണ്ട്. മഴ ശക്തമായ സാഹചര്യം, കടൽക്ഷോഭം ഉണ്ടാകുന്നുണ്ട്, കടൽ കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് വർക്കല അടക്കമുള്ള തീരദേശ മേഖലകളിലെ പ്രധാനപ്പെട്ട ഈ ബലിതർപ്പണം നടക്കുന്ന ക്ഷേത്രങ്ങളിലും ഒപ്പം തന്നെ കടൽ തീരങ്ങളിലുമുള്ള ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മരിച്ചുപോയ അല്ലെങ്കിൽ ആത്മാക്കൾക്ക് അവരുടെ അച്ഛനും അമ്മ അങ്ങനെയൊക്കെയുള്ള സഹോദരങ്ങൾക്കുമൊക്കെ അവർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, പിതൃതർപ്പണ ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്കുണ്ട്. ആ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ നഗരസഭ സ്വീകരിച്ചിരുന്നു, ഒപ്പം തന്നെ ക്ഷേത്രം സ്വീകരിച്ചിരുന്നു, ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരുന്നു. ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പിതൃതർപ്പണ കേന്ദ്രം കൂടിയാണ് വർക്കല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. KSRTC പ്രത്യേക സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 3:30 തന്നെ തിരുവനന്തപുരം ജില്ലയുടെയും ഒപ്പം തന്നെ കൊല്ലം ജില്ലയുടെയും ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ഡിപ്പോകളിൽ നിന്ന് പ്രത്യേക ബസ് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങളിലൊക്കെ വരുന്നവർക്ക് പ്രത്യേകമായി പാർക്കിംഗ് കേന്ദ്രം ഈ വർക്കല പാപനാശത്തിന് സമീപത്തും ഒപ്പം തന്നെ ജഗന്നാഥസ്വാമി ക്ഷേത്രത്തിന് സമീപത്തുമായി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരമാവധി ഒഴിവാക്കി ബലിതർപ്പണ ചടങ്ങ് നടത്തി ഇവിടെ എത്തുന്നവർക്ക് മടങ്ങിപ്പോകാനുള്ള സൗകര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഗതാഗത നിയന്ത്രണം ഈ ഘട്ടത്തിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി ആരംഭിച്ച ഗതാഗത നിയന്ത്രണം ഇന്ന് ഉച്ചവരെ തുടരുമെന്നുള്ളതാണ് MVDയും ഒപ്പം തന്നെ KSRTCയും ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ അഗ്നിരക്ഷാസേനയുടെയും സ്കൂബ ടീമിൻ്റെയും പ്രത്യേകമായിട്ടുള്ള ടീമുകൾ ഇവിടെ തുടരുന്നുണ്ട്. സ്കൂബ ടീം പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകൾ, അതായത് പാപനാശം അടക്കമുള്ള തീരദേശ മേഖലകളിൽ ബലിതർപ്പണം നടത്തുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപായങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് സ്കൂബ ടീമിനെയും ഒരുക്കിയിട്ടുള്ളത്. സ്കൂബ ടീം പാപനാശത്തും തുടരുന്നുണ്ട്. ഏകദേശം 24 മണിക്കൂറോളം ഇവിടെ ഇത്തരത്തിലൊരു സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബലിതർപ്പണ തിരക്കിൽ അമർന്നിരിക്കുകയാണ് പാപനാശം ഈ മണിക്കൂറിൽ എന്നുള്ളതാണ് നമുക്ക് നൽകാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വിവിധ വകുപ്പുകളുടെയും വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് ഈ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അത്രയധികം ആളുകൾ വർക്കലയിൽ എത്തുന്നുണ്ട്. ഇവിടെ എത്തി ബലിതർപ്പണം നടത്തിക്കഴിഞ്ഞാൽ ആത്മാക്കൾക്ക് പുണ്യം ലഭിക്കും, അല്ലെങ്കിൽ അവർക്ക് മോക്ഷം ലഭിക്കുമെന്നൊക്കെയാണ് വിശ്വാസം. ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വിവിധ ജില്ലകളിൽ നിന്ന് ബലിതർപ്പണം ഇവിടെ തന്നെ നടത്തണം എന്നുള്ള ആഗ്രഹം പലരും പങ്കുവെക്കാറുണ്ട്. അങ്ങനെ ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ തിരക്ക് കൂടി ഉണ്ട്. ആ തിരക്ക് കണക്കിലെടുത്തുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് ഈ ഘട്ടത്തിലും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന് ഒരു മാത്രമൊക്കെ ഈ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. കാരണം ഇപ്പോഴും ജഗന്നാഥസ്വാമി ക്ഷേത്രവും ഈ പാപനാശം കടൽത്തീരവും ഏകദേശം 1 കിലോമീറ്ററോളം അകലമുണ്ട്. അതിന് ഇടയിൽ വലിയ രീതിയിലുള്ളൊരു ക്യൂ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നിര ഇപ്പോഴും നിൽക്കുകയാണ്. രാവിലെ 3 മണി മുതലൊക്കെ വരി നിന്ന് ഈ ഒരു ബലിതർപ്പണ ചടങ്ങുകളുടെ ഭാഗമാകുന്ന ആളുകളെ നമുക്കിവിടെ
കാണാൻ സാധിക്കും. എന്തായാലും മഴയാണ്, കാലാവസ്ഥ ചില സമയത്ത് മോശമാകുന്നുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുന്നത് ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് വലിയ രീതിയിലുള്ളൊരു ആശ്വാസമാകുന്നു. എന്തായാലും വരും മണിക്കൂറിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മഴ മോശമാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഏകദേശം 1000-ലധികം വരുന്ന ശാന്തിമാർ, ഒപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സഹായികൾ അടക്കമുള്ളവർ ഇവിടെ ബലിതർപ്പണത്തിനുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയാണ്, സഹായം ഒരുക്കുന്നുമുണ്ട്. കൃഷ്ണരാജൻ. ശരി, വർക്കല പാപനാശം കടൽ തീരത്ത് വലിയ തിരക്കാണ്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ബലിതർപ്പണത്തിനായി നിരവധി പേർ അവിടേക്ക് എത്തുന്നു. ഒരുപക്ഷെ ബലിതർപ്പണ ചടങ്ങുകൾ ഉച്ചവരെ നീളാൻ സാധ്യതയുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.